കേരളത്തിൻ്റെ ചരിത്ര വഴികളിൽ അറബ് കച്ചവട യാത്രകളിൽ ആരംഭിക്കപ്പെട്ട മാപ്പിള ചരിത്രം യൂറോപ്യന്മാരുടെ വരവ് വരെയും കൃത്യമായ രീതിയിൽ വികസിക്കുകയും പിന്നീട് പല പരിണാമങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. യൂറോപ്യന്മാരുടെ വരവിനിപ്പുറവും പൊതുവിൽ ഇസ്ലാം വളർന്നെങ്കിൽ പോലും പഴയ കാലത്തുണ്ടായിരുന്ന സ്വാധീനവും പ്രസക്തിയും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയാം. ഇത്തരത്തിലുള്ള വഴികളിൽ മൈസൂർ ഭരണം എത്തിയതും തുടർന്ന് ബ്രിട്ടീഷ് നേരിട്ട് ഭരിച്ചതുമൊക്കെ നാം പറയുകയുണ്ടായി. അതിനെ തുടർന്ന് മലബാറിൽ പലയിടത്തും കലാപങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ ഏറ്റവും ദാരുണമായ ഒടുവിലത്തെ സംഭവമായിരുന്നു 1921 നടന്ന മലബാർ കലാപം എന്നത്. ഏതാണ്ട് 10 ലക്ഷത്തോളം ജനതയെ ബാധിച്ച 6 മാസക്കാലം നീണ്ടുനിന്ന ഈ കലാപം മാപ്പിള ചരിത്രത്തിലെ വഴിത്തിരിവും അവസാനത്തെ മാറ്റവുമൊക്കെയായി കണക്കാക്കാവുന്നതാണ്. കലാപത്തിൻ്റെ കാരണങ്ങൾ, സാഹചര്യങ്ങൾ, നേതാക്കളുടെ ഇടപെടലുകൾ, സമുദായങ്ങൾ, പങ്കെടുത്തവരുടെ ഇടപെടലുകൾ, ഈ ഒരു സംഭവത്തിൻ്റെ പ്രാധാന്യം തുടങ്ങി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് മിക്ക വിഷയങ്ങളിലും പലതരം അഭിപ്രായങ്ങൾ നമുക്ക് കാണാനുമാവും. കലാപത്തിൻ്റെ കാരണമായി പൊതുവിൽ പറയുന്ന ചിലത് എന്നത് മാപ്പിളമാരുടെ സാമ്പത്തിക അസംതൃപ്തി, മാപ്പിളമാരുടെ മതഭ്രാന്ത്, ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ പീഡനം, ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി തുടങ്ങി പലതുമാണ്. ഇതിൽ പലതും മുൻകാലങ്ങളിലുണ്ടായ കലാപങ്ങളുടെ അതേ കാരണങ്ങൾ കൂടിയാണ്. എങ്കിലും 1921 കലാപത്തിന് പുതിയ കാരണങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ടെന്ന് കാണാം. അതിൽ പ്രധാനമായിട്ടുള്ളത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിരുന്നു. ഏതായാലും ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം മലബാറിലെ മാപ്പിളമാരുടെ അവസ്ഥയൊക്കെ കൂടുതൽ ദയനീയമായി മാറിയിരുന്നു. ജനസംഖ്യയിൽ വലിയ വർധനവുണ്ടാവുകയും യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഒട്ടനവധി സൈനികർ തൊഴിലില്ലാതെ വലഞ്ഞതും മരക്കച്ചവടത്തിലും മറ്റുമൊക്കെ പ്രതിസന്ധികളുമൊക്കെ സമൂഹത്തെ ആകെ ബാധിക്കുന്നുണ്ട്. സാധാരണ തൊഴിലാളികളുടെ കാര്യം തീർത്തും ദുരിതപൂർണമായി മാറും എന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. ധനികരായ മാപ്പിളമാർ വളരെ കുറച്ച് മാത്രമേ കലാപകാരികളോടൊപ്പമൊക്കെ ചേരുന്നുമുള്ളൂ. പ്രത്യേകിച്ച് മുസ്ലിം വ്യാപാരികൾ കേന്ദ്രീകരിച്ചിരുന്ന കോഴിക്കോടും മുസ്ലിം ഭൂവുടമകൾ ഉണ്ടായിരുന്ന വടക്കൻ മലബാറിലുമൊന്നും ഈ കലാപം തീർത്തും ദൃശ്യമായിരുന്നില്ല എന്നും പറയാം. ഈ ഒരു കാലഘട്ടത്തിൽ കുടിയാന്മാർക്ക് ഭൂമിയിൽ സ്ഥിരാവകാശം നൽകുക, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നൽകുക എന്ന നിലയിലൊക്കെ പ്രക്ഷോഭങ്ങൾ നടന്നതായും കാണാം. സ്വാഭാവികമായും ഇതിനോടൊന്നും അനുകൂലമായ ഒരു നടപടികളും ഭൂവുടമകൾ എടുത്തതേയില്ല. വിശ്വാസമില്ലാത്ത പാവങ്ങളായ കുടിയാന്മാരെ വലിയവർ അടിച്ചമർത്തുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. മലബാർ കലാപത്തിൻ്റെ മുന്നോടിയായി പറയുന്ന ഒരു വലിയ സംഭവമാണ് പൂക്കോട്ടൂർ പ്രശ്നം എന്നത്. ആ പ്രദേശത്തെ പ്രധാന ജന്മിയുടെ വസതിയായ നിലമ്പൂർ കോവിലകത്തിൻ്റെ പൂക്കോട്ടൂർ ശാഖയിൽ ചില അക്രമികൾ അതിക്രമിച്ച് കയറുകയുണ്ടായി. ഇതിൽ ജന്മിയുടെ കുടിയാനും ഖിലാഫത്ത് പ്രവർത്തകനുമായ വി മുഹമ്മദ് സംശയിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വീടൊക്കെ പരിശോധിക്കുകയുമുണ്ടായി. ഇത്തരമൊരു നടപടിയെ ആ പ്രദേശത്തെ മാപ്പിളമാർ വ്യക്തിപരമായ അപമാനമായും ജന്മിയുടെ പീഡനമായും ബ്രിട്ടീഷ് അടിച്ചമർത്തൽ നയമായുമൊക്കെ കണക്കാക്കി. അതിനെ തുടർന്ന് സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ സമയം മികച്ച ഇടപെടലുകൾ കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. എന്നിരുന്നാലും കലാപത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ ഈ ജന്മിയും കുടുംബത്തിലെ 17 പേരും നിലമ്പൂരിൽ വെച്ച് കൊല്ലപ്പെടുന്നുണ്ട്. മൈസൂർ ഭരണകാലത്തിന് ശേഷം മാപ്പിളമാർ ബ്രിട്ടീഷുകാരാൽ അടിച്ചമർത്തപ്പെടുകയാണെന്ന തോന്നൽ 1900 കാലമായപ്പോഴേക്ക് കൂടുതൽ വ്യാപകമായ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അതിൽ നിർണായക ഘടകമാണ് സ്വാതന്ത്ര്യ സമരം എന്നത്. വടക്കൻ കേരളത്തിൽ ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് പൊതുവിൽ പടർന്നു തുടങ്ങിയിരുന്നു. 1915 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മലബാറിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1916 ഹോം റൂൾ കമ്മിറ്റിയുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. സമുദായ ഭേദമന്യേ ഒട്ടനവധി നേതാക്കളും ഈ കാലത്ത് ഇന്ത്യൻ മേഖലകളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി ഉയർന്നു വന്നു. ഇതിനോടൊപ്പം തന്നെ മാപ്പിളമാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ഘടകമായി ഖിലാഫത്ത് പ്രസ്ഥാനവും ഉയർന്നു വന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം ലോകത്ത് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയുണ്ടായി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ദേശീയ സ്വഭാവം വന്നു ചേർന്നു. ഇതിനെ തണുപ്പിക്കാനായി 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷ് കൊണ്ടുവന്നു. ചെറിയൊരു മാറ്റമായിരുന്നത് കൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശക്തി അതോടെ വർദ്ധിച്ചു. ഈ കാലം നിസ്സഹകരണ പ്രസ്ഥാനവും ഒക്കെ ഉണ്ടായി. ജാലിയൻ വാലാബാഗൊക്കെ സംഭവിച്ചതോടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ പതിവ് കാഴ്ചകളുമായി. ഇതേസമയം ഖിലാഫത്ത് പ്രസ്ഥാനം ഉയർന്നു വന്നത്
സത്യത്തിൽ ഇന്ത്യക്ക് പുറത്തു നടന്ന സംഭവങ്ങളുടെ ബാക്കിയായാണ് ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപപ്പെടുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടവരുടെ ഭാഗത്തായിരുന്നല്ലോ. ഏതായാലും യുദ്ധാനന്തരമുണ്ടായ ഉടമ്പടി പ്രകാരം സഖ്യകക്ഷികൾ ഒട്ടോമൻ സാമ്രാജ്യത്തെ പല രീതിയിൽ കീറിമുറിച്ചു. ഹിജാസ് സ്വതന്ത്രമായി. പല മേഖലകൾ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലും വന്നു. സുൽത്താൻ്റെ ദുർബലമായ ഗവൺമെൻറ്റിന് ഇസ്താൻബുളും അനറ്റോളിയ പ്രദേശവും മാത്രമായിരുന്നു ബാക്കി. ആ സമയം യുദ്ധനായകനായ കമാൽ അത്താതുർക്കിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പുതിയ തുർക്കി സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു. തുർക്കി സൃഷ്ടിക്കപ്പെട്ടെങ്കിലും സുൽത്താനും ഖിലാഫത്തും പിന്നെ ഉണ്ടായില്ല. സുൽത്താൻ പദവി തന്നെ നിർത്തലാക്കപ്പെടുകയും പിന്നീട് ഖിലാഫത്ത് സംവിധാനവും അവസാനിക്കുകയും ചെയ്തു. അത് ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. ഇവിടെ ഒട്ടോമൻ സുൽത്താൻ ലോകത്തിലെ സുന്നി മുസ്ലിങ്ങളുടെ ഖലീഫയാണെന്ന രീതിയിൽ നിലകൊണ്ടിരുന്നുവല്ലോ. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥിതി മാറുകയും ഒട്ടോമൻ സാമ്രാജ്യം തന്നെ തകരുകയുമുണ്ടായി. 1924 മാർച്ച് 3 ഖിലാഫത്ത് തന്നെ നിർത്തലാക്കി. ഇവിടെ ഒന്നാം ലോക മഹായുദ്ധത്തിനപ്പുറമുണ്ടായ സെവ്രസ് ഉടമ്പടി പ്രകാരം ഒട്ടോമൻ സാമ്രാജ്യം തീർത്തും ദുർബലമായല്ലോ. ഇത് ഇന്ത്യയിലെയും മറ്റ് മുസ്ലിം മേഖലയിലെയും പലരും ആശങ്കയോടെ നോക്കിക്കാണുകയുണ്ടായി. ചുരുക്കിയാൽ അവർ ഒട്ടോമൻ ഖലീഫയെ ലോക മുസ്ലിങ്ങളുടെ പ്രതീകാത്മക നേതാവായി കണ്ടിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ബ്രിട്ടൻ ഖലീഫയുടെ അധികാരം ഇല്ലാതാക്കുമോ, വിശുദ്ധ നഗരങ്ങളായ മക്കയും മദീനയും മുസ്ലിം നിയന്ത്രണത്തിൽ തുടരുമോ, ഒട്ടോമൻ സാമ്രാജ്യത്തെ പല രീതിയിൽ വിഭജിക്കുമോ തുടങ്ങി പല പല ആശങ്കകൾ ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ പ്രതിഷേധം സൃഷ്ടിച്ച് ബ്രിട്ടന് നേരെ സമ്മർദ്ദം നൽകി തീരുമാനങ്ങൾ എടുപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഉയർന്നു വരാനുള്ള കാരണം. എന്നാൽ പിൽക്കാലത്ത് തുർക്കിയിലെ കമാലിസ്റ്റ് പ്രസ്ഥാനം 1922 സുൽത്താനത്ത് തന്നെ അവസാനിപ്പിക്കുകയും 1924 ഖിലാഫത്ത് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തത് മറ്റൊരു ചരിത്രം. ഇന്ത്യൻ മേഖലയുടെ ചരിത്ര വഴികളിലേക്ക് തന്നെ വരാം. ഖിലാഫത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പൊതുവായ അമർഷമായി മാറുകയും സെവറസ് ഉടമ്പടിയിൽ ഇളവ് വരുത്തുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഖിലാഫത്ത് ദിനമായൊക്കെ ആചരിച്ച് പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുകയും ഖിലാഫത്ത് കോൺഫറൻസും ഖിലാഫത്ത് കമ്മിറ്റികളുമൊക്കെ സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവരൊക്കെ ആയിരുന്നു ഇന്ത്യയിലെ ഇതിൻ്റെ നേതാക്കൾ. ആദ്യ ഖിലാഫത്ത് കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ച മഹാത്മാഗാന്ധി അതുവരെയും വലിയ സാധ്യതയില്ലാതെ കണ്ടിരുന്ന ഹിന്ദു മുസ്ലിം ഐക്യത്തിനുള്ള ഒരു വലിയ അവസരമായി ഇതിനെ നോക്കിക്കാണുകയുണ്ടായി. ഒരുമിച്ചുള്ള ബ്രിട്ടീഷിനെതിരായ പോരാട്ടം തീർച്ചയായും മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നവർ കരുതി. അപ്രകാരം ഗാന്ധിയും അലി സഹോദരന്മാരും ഹിന്ദു മുസ്ലിം ഐക്യം പ്രഖ്യാപിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കാനും ആരംഭിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ സാധാരണക്കാരും ബുദ്ധിജീവികളും വ്യാപാരികൾ, സമ്പന്നർ, മതനേതാക്കൾ എന്നിവരൊക്കെ ഉൾപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായി കൂടി ഇത് മാറുകയുണ്ടായി. കേരളത്തിൽ 1920 ഏപ്രിലിൽ കേരള കോൺഗ്രസിൻ്റെ മഞ്ചേരി സമ്മേളനത്തിലൂടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം പ്രധാനമായും മാപ്പിളമാരുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന പ്രതിനിധികളിൽ ഒട്ടനവധി മാപ്പിളമാരും ഉണ്ടായിരുന്നു. ജന്മികളുടെ പിന്തുണയുള്ള ആനി ബസന്തിൻ്റെ നേതൃത്വത്തിലുള്ള മിതവാദികളും മധ്യവർഗവും കുടിയാന്മാരും തൊഴിലാളികളുമൊക്കെ അടങ്ങുന്ന ദേശീയവാദികളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനു കൂടി ഈ സമ്മേളനം സാക്ഷിയായി. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മതപരമായ വിഷയങ്ങൾ അപകടകരമായ രീതിയിൽ കൊണ്ടുവരുന്നതിനെ ഭയപ്പെടുകയും എതിർക്കുകയും ചെയ്ത മിതവാദികളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രമേയം സമ്മേളനത്തിൽ പാസ്സാക്കപ്പെട്ടു. ഈ പ്രമേയത്തിലൂടെ കേരളത്തിലെ സ്വരാജ് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യമെങ്കിലും ഇരുവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് മികച്ച രീതിയിലേക്ക് മാറ്റും എന്നും ചിലർ വിശ്വസിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഈ സമ്മേളനമാണ് മലബാർ കലാപത്തിൻ്റെ ഒരു കാരണമായി പലരും പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇവിടെ തുടക്കമിട്ടത് ഇതായിരുന്നു. ഇവിടുത്തെ ഖിലാഫത്ത് പ്രസ്ഥാനം തന്നെ മലബാർ കലാപത്തിൻ്റെ ഒരു കാരണമായി മാറി. ഏതായാലും സമ്മേളനത്തിൻ്റെ തുടർച്ചയെന്നോണം പെട്ടെന്ന് തന്നെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിൻ്റെ പ്രകടനങ്ങൾ എവിടെയും ദൃശ്യമായി. മലബാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഖിലാഫത്ത് കമ്മിറ്റികൾ സ്ഥാപിതമായി. ഇവ നിലവിലുള്ള കുടിയാൻ സമിതികളുമായും സഹകരണ സമിതികളുമായും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. 1921 ജൂൺ 30 ആവുമ്പോഴേക്ക് 200-ലധികം ഖിലാഫത്ത് കമ്മിറ്റികൾ സ്ഥാപിതമായി കഴിഞ്ഞിരുന്നു എന്നാണ് കണക്ക്. ഖിലാഫത്ത് നേതാക്കളുടെ പട്ടികയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ഉണ്ടായിരുന്നു.
സ്നേഹത്തിൻ്റെയും ഒരുമിക്കലിൻ്റെയും പ്രകടനങ്ങളായി പലയിടത്തും പരിപാടികളുമൊക്കെ നടക്കുകയുണ്ടായി. അപ്രകാരം പരിപാടികൾ വർദ്ധിക്കുകയും ഒടുവിൽ വൈകാരികമായ പ്രസംഗങ്ങളിലും മറ്റും സാധാരണ ജനത കൂടുതൽ പ്രതികരിക്കാനും ആരംഭിച്ചു. ഇത്തരത്തിൽ മലബാറിൽ വർദ്ധിക്കുന്ന മാറ്റങ്ങൾ അഥവാ നാൾക്കുനാൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ എന്നത് നിയമപരമായ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഒരു കൂട്ടായ്മ നടത്തുന്ന ആസൂത്രിതമായ നീക്കം അല്ലെങ്കിൽ ഗൂഢാലോചനയൊക്കെ ആയിട്ടായിരുന്നു ബ്രിട്ടീഷ് നോക്കിക്കണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങളും വൈകാരിക പ്രസംഗങ്ങളും കൂടി ഉണ്ടായതോടെ മാപ്പിളമാരിലെ ഊർജം വർദ്ധിക്കുകയുണ്ടായത്രേ. അഥവാ മുൻകാല ലഹളകൾക്ക് കാരണമായ പല രീതികളും ഇവിടെ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടു. ഖിലാഫത്ത് പതാക ഉയർത്തൽ, ഗാന്ധിത്തൊപ്പി, തുർക്കിത്തൊപ്പി, ഖിലാഫത്ത് ചിഹ്നങ്ങൾ എന്നിവ ധരിക്കൽ, നാടൻ വാളുകളും ആയുധങ്ങളും നിർമ്മിക്കൽ, വളണ്ടിയർ ഗ്രൂപ്പുകൾക്ക് പരിശീലനം നൽകൽ, പള്ളികളിൽ ഗാന്ധിയുടെയും ഷൗക്കത്ത് അലിയുടെയും പ്രസംഗങ്ങൾ വായിക്കൽ തുടങ്ങി പല സംഭവങ്ങൾ ഉണ്ടായി. ബ്രിട്ടീഷ് അധികാരികൾ ഈ സംഭവ വികാസങ്ങളെ വലിയ ഭീതിയോടെയാണ് നോക്കിക്കണ്ടത്. സ്വാഭാവികമായും അവരിതിനെ നിയന്ത്രിക്കാൻ പല നടപടികളും എടുത്തു. ഖിലാഫത്ത് പ്രസംഗങ്ങളും ലഘുലേഖ വിതരണവും നിരോധിക്കുക, ചില പ്രദേശങ്ങളിൽ ആൻറ്റി ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുക, അവരുടെ കൂട്ടായുള്ള യോഗങ്ങളൊക്കെ തടസ്സപ്പെടുത്തുക, ഖിലാഫത്ത് പതാക ഉപയോഗിക്കുന്നത് നിരോധിക്കുക, പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ ജയിലിലടയ്ക്കുക തുടങ്ങി പലതും. മേഖലയിൽ അസ്വസ്ഥതകളുടെ ലക്ഷണങ്ങൾ വർദ്ധിച്ചതോടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കൂടുതൽ സായുധ സേനയുടെ സഹായം തേടുകയും ഈ സൈന്യത്തെ ഉപയോഗിച്ച് പള്ളികൾ ഉൾപ്പെടെ പലയിടത്തും തിരച്ചിലൊക്കെ നടത്തുന്ന അവസ്ഥയുമുണ്ടായി. ഇത്തരത്തിലുള്ള നടപടികൾ കലാപം ഉണ്ടാകുന്നതിന് കാരണം ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു എന്ന വാദം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ ഹിന്ദു പ്രഭുക്കന്മാരോട് ആദരവും മാപ്പിളമാരെയൊക്കെ അടിച്ചമർത്തുന്നതുമായ ഒരു നയം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതിൻ്റെയും അടയാളങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും അപ്രതീക്ഷിത ഒത്തുചേരൽ ബ്രിട്ടീഷുകാർക്ക് സത്യത്തിൽ ഞെട്ടൽ നൽകിയിരിക്കാം. അതിനായി അവർ നടപടികളും എടുത്തിരിക്കാം. എന്നാൽ അതിന് ഔദ്യോഗികമായ തെളിവുകൾ ഒന്നുമില്ലെങ്കിൽ പോലും. എന്നാൽ ബ്രിട്ടീഷ് അടിച്ചമർത്തൽ നയം കലാപത്തിന് കാരണമായെന്ന വാദത്തിന് പ്രസക്തി കൂടുതലാണ്. കോഴിക്കോട് നിന്ന് തിരൂരങ്ങാടിയിലേക്ക് സൈന്യത്തെ പെട്ടെന്ന് അയക്കാനുള്ളൊരു തീരുമാനം ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. കാരണം തിരൂരങ്ങാടി എന്നത് ഖിലാഫത്ത് കേന്ദ്രം മാത്രമല്ല, ഒപ്പം മമ്പുറം മഖാമിൻ്റെ സാന്നിധ്യം കാരണം മാപ്പിളമാർക്ക് വളരെയധികം പ്രാധാന്യം കൂടിയുള്ള പ്രദേശമായിരുന്നു. ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് നടപടികൾ അഥവാ അടിച്ചമർത്തൽ നടപടികൾ തെറ്റായിരുന്നുവെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ അധികാരികൾ ഉപയോഗിച്ച കടുത്ത അക്രമമാണ് കലാപത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നവരുമുണ്ട്. പോലീസിൻ്റെ ക്രൂരതകൾ വർദ്ധിച്ചപ്പോൾ അഹിംസാ വഴികൾ മാറ്റി അക്രമത്തിലേക്ക് തിരിയുകയും ചെയ്തു എന്ന് പറയുന്നു. ഏതായാലും പോലീസ് അടിച്ചമർത്തൽ നിലവിലുണ്ടായിരുന്ന ഗുരുതരമായ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുകയും കലാപത്തിൻ്റെ പ്രാരംഭ സംഭവങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. ഒപ്പം ജനങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടമായും ഫ്യൂഡൽ വിരുദ്ധ പോരാട്ടവുമൊക്കെ ഇതിൽ ചേർന്നു എന്നും അനുമാനിക്കാം. ഏതായാലും മാപ്പിളമാർ നേരിട്ട കഷ്ടപ്പാടുകൾ, ഖിലാഫത്തിലേക്ക് കേന്ദ്രീകരിച്ച സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ, കാർഷിക മേഖല തുടങ്ങി പല കാരണങ്ങൾ 1921 മലബാർ കലാപത്തിന് വഴി തുറന്നിട്ടു എന്ന് പറയാം.